ഇന്ത്യ US നികുതി യുദ്ധം ലോകത്തിലെയും ഏഷ്യയിലെയും ശാക്തിക ചേരികളുടെ ബലാബല സമവാക്യം മാറ്റിയെഴുതുകയാണോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ജപ്പാൻ സന്ദർശനത്തിലാണ്. ഡൊണാൾഡ് ട്രംപിന് വ്യംഗ്യത്തിൽ വിമർശവുമായിരുന്നു നരേന്ദ്രമോദി ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ നടത്തിയ പ്രസംഗം. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് വഴിയെ നോക്കാം. മറ്റന്നാൾ മോദി ചൈനയിലേക്ക് തിരിക്കും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും മോദി കൂടിക്കാഴ്ച നടത്തും. റഷ്യയും ചൈനയുമായും കൂടുതൽ അടുക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് അമേരിക്ക. വിശദമായി നോക്കാം. ആദ്യം RDX ആപ്പിലേക്ക്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കരുത്തുറ്റ നിലയിലാണെന്ന സന്ദേശം നൽകാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ശ്രമിച്ചത്. ജപ്പാനുമായുള്ള സഹകരണത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞതിനൊപ്പം ദക്ഷിണ ലോകത്തിന്റെ വികസനത്തെക്കുറിച്ചും മോദി വാചാലനായി. ഇന്ത്യ രാഷ്ട്രീയമായും സാമ്പത്തികമായും സ്ഥിരതയുള്ള രാജ്യമാണ്. മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയിലേക്കുള്ള വളർച്ചയുടെ പാതയിലാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ മൂലധനം വളരുക മാത്രമല്ല, ഇരട്ടിക്കുകയാണെന്ന് ടോക്കിയോയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ മോദി പറഞ്ഞു. ഇന്ത്യ അമേരിക്ക നികുതി യുദ്ധം മുറുകിയ സാഹചര്യത്തിൽ ജപ്പാനുമായുള്ള സാമ്പത്തിക ബന്ധം ദൃഢമാക്കാനുള്ള ശ്രമം കൂടിയാണ് സന്ദർശനം. വ്യാപാര വാണിജ്യ മേഖലകൾ, സാങ്കേതികവിദ്യയുടെ കൈമാറ്റം, AI, സെമി കണ്ടക്ടറുകൾ എന്നീ മേഖലകളിൽ സഹകരണം വിപുലീകരിക്കാനും നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ചർച്ച നടത്തും. 2 ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മറ്റന്നാൾ ചൈനയിലേക്ക് തിരിക്കും. RDX റാപ്പ് ന്യൂസ് മലയാളം. വിശദാംശങ്ങൾ നോക്കാം. പുതിയ ശാക്തിക ചേരി ഉയരുകയാണോ എന്താണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ ചൈന സന്ദർശനത്തിനാണ് തുടക്കമായിരിക്കുന്നത് നമ്മൾ കാണുന്നു. സന്ദർശനം അമേരിക്കയുമായുള്ള നികുതി യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്നതാണ് പ്രത്യേക പ്രാധാന്യം അതിനുണ്ടാക്കുന്നത്. ഇരു രാജ്യങ്ങളുമായും ഉഭയകക്ഷി നയതന്ത്ര ചർച്ചകൾ പ്രധാനമന്ത്രി നടത്തും എന്ന് നമുക്കറിയാം. ആഗോളതലത്തിൽ പുതിയ ശാക്തിക ചേരി രൂപപ്പെടുമോ എന്നതാണ് ചോദ്യം. മോദിയുടെ ചൈന സന്ദർശനത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് നയതന്ത്ര വിദഗ്ധർ എന്നുകൂടെ നമ്മൾ കാണുന്നു. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നടക്കുന്ന സന്ദർശനത്തിന് വമ്പൻ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. മറ്റന്നാൾ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി മോദി കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാളാണ് ആ കൂടിക്കാഴ്ച. മോദി ചൈനയിലെത്തുന്നത് 7 വർഷത്തിന് ശേഷമാണ്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കും എന്നത് നമ്മൾ ഇതിനകം അറിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും ലക്ഷ്യമിടുന്നത് സ്ഥിരം സഹകരണവും മെച്ചപ്പെട്ട നയതന്ത്ര ബന്ധവുമാണ് എന്ന് നമുക്കറിയാം. അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക, വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കുക എന്നിവയാണ് ലക്ഷ്യം എന്ന് നമ്മൾ കാണുന്നു. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ വ്ളാഡിമിർ പുടിനും പങ്കെടുക്കും. അവിടെ വെച്ച് മോദി പ്രധാനമന്ത്രി അദ്ദേഹത്തെയും കാണുന്നുണ്ട്. ഉച്ചകോടിക്കിടെ മോദിയും പുടിനും കൂടിക്കാഴ്ച നടത്തും. വ്യാപാര വിഷയങ്ങളാണ് ആ ചർച്ചയാവുക എന്നാണ് നമ്മൾ അറിയുന്നത്. അമേരിക്ക എല്ലാം നോക്കിയിരിക്കുകയാണ്. ചൈനയോട് ഇന്ത്യ അടുക്കുന്നതിനെ സംശയത്തോടെയാണ് സ്വാഭാവികമായിട്ടും അമേരിക്ക നോക്കിക്കാണുക. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രതികാര ചുങ്കം നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ എന്ന് നമ്മൾ കാണുന്നു. പ്രതികാര ചുങ്കം പിൻവലിക്കാൻ ട്രംപ് ഭരണകൂടത്തിന്മേൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സമ്മർദ്ദമുണ്ട് എന്നത് നമ്മൾ അറിയുന്നുണ്ട്. വാർത്തകളിലൂടെ നടപടി യുക്തിരഹിതവും നയതന്ത്ര ബന്ധം തകർക്കുന്നതുമെന്ന് ഇതിനകം തന്നെ ഡെമോക്രാറ്റിക് സെനറ്റർമാർ വിമർശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ ഇടിവെന്ന സർവേ ഫലം വന്നു എന്നതാണ് ആന്തരിക രാഷ്ട്രീയത്തിനകത്ത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. മോദിയുടെ സ്വീകാര്യത കുറഞ്ഞെന്ന് ഇന്ത്യ ടുഡേ നടത്തിയ സീ വോട്ടർ മൂഡ് ഓഫ് ദ നേഷൻ സർവേയാണ് പറഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരിയിൽ നടത്തിയ സർവേയിൽ മോദിയുടെ പ്രകടനം മികച്ചതെന്ന് 62% പേർ പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോഴത് 58% ആയി കുറഞ്ഞു. സർവേയിൽ മോദിയിൽ അനുകൂലിച്ചവരുടെ 58%. NDA സർക്കാരിൻ്റെ പ്രകടനത്തിലും വലിയ ഇടിവ് വന്നു എന്നാണ് അഭിപ്രായ സർവേ പറയുന്നത്. 6 മാസം മുമ്പ് 62.1% പിന്തുണ, ഇപ്പോൾ പക്ഷേ 10% ഇടിവ് ഈ സർക്കാരിനെതിരെ തന്നെയും ഉണ്ടായിട്ടുണ്ട്. സർക്കാരിൻ്റെ വിലയിരുത്തൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കാര്യം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആഭ്യന്തര രാഷ്ട്രീയത്തിനകത്തെ ഒരു ജനപ്രീതിയുടെ ഇടിവ് എന്നതൊക്കെ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് അവരുടെ രാഷ്ട്രീയങ്ങൾക്കുണ്ട്. പക്ഷേ ഈ അന്താരാഷ്ട്ര തലത്തിലെ നീക്കങ്ങൾ കുറെ കൂടെ സാഗൂതം ശ്രദ്ധയോടെ നമ്മളും നോക്കേണ്ടതാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും. അതിനകത്ത് ഈ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വന്ന കണക്കിൽ നിന്ന് തുടങ്ങിയാൽ ഒരു രാഷ്ട്രത്തെയും വ്യക്തിയെയും രണ്ടായി തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ തീർച്ചയായും സർക്കാർ നരേന്ദ്രമോദി നടത്തുന്ന ഇപ്പോഴത്തെ നീക്കങ്ങൾ ഈ രാജ്യത്തിൻ്റെ നീക്കങ്ങളാണ്. ആ നിലയ്ക്ക് വേണം അതിനെ നമ്മൾ പരിഗണിക്കാനായിട്ട്. കാരണം ഇപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഭാഗമായി ചൈനയിലെത്തുന്നു, ജപ്പാനിൽ പോകുന്നു. ഇതെല്ലാം ഈ പ്രതികാര ചുങ്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സംഭവിക്കുന്നത് എന്നുള്ളതെല്ലാം ഈ രാജ്യത്തിൻ്റെ നീക്കങ്ങളാണ്. അതൊരു വ്യക്തിയുടെ നീക്കങ്ങളല്ല. മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ നീക്കങ്ങൾ ആ നിലയ്ക്ക് നമ്മൾ ആ രാജ്യത്തിൻ്റെ നീക്കങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോൾ വ്യക്തിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുകയും ചെയ്യാം. അതെല്ലാം അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഇതിൽ സനീഷ, ഇതിനകത്തൊരു കാര്യം, ഈ പ്രതികാര ചുങ്കത്തിൻ്റെ സാധ്യതയും ഈ ട്രംപിൻ്റെ നീക്കങ്ങളുമെല്ലാം ആരംഭിച്ച ഘട്ടത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നമ്മുടെ പ്രസിഡന്റിന് ഒരു കത്തയച്ചിട്ടുണ്ട്. ആ കത്തയച്ചതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഈ
സഹകരണം എന്നത് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള സാധ്യതകളിലേക്ക് ഇന്ത്യ പോയത്. നമുക്കറിയാമല്ലോ 2020 ഗാൽവാൻ താഴ്വരയിലുണ്ടായ ഏറ്റുമുട്ടലിന് ശേഷം അത്ര സുഖകരമായിരുന്നില്ല ഇന്ത്യ ചൈന ബന്ധങ്ങൾ. ആ കാര്യത്തിൽ 2024 ഈ ബ്രിക്സ് ഉച്ചകോടിക്ക് മുമ്പ് അതിലൊരു ഒത്തുതീർപ്പും പരിഹാര ശ്രമവും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ഈ പൂർണ്ണമായും ഒരു മഞ്ഞുരുകിയ അവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇങ്ങനെ ഒരു ഒത്തുതീർപ്പോ ഇത്തരമൊരു സഹകരണ സാധ്യതയോ തൽക്കാലം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഉണ്ട് എന്നൊരു പക്ഷേ അമേരിക്ക കരുതിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏറ്റുമുട്ടൽ കഴിഞ്ഞ ഒരു പശ്ചാത്തലമാണ്. ഇന്ത്യയുടെ പ്രദേശം ചൈന കയ്യേറിയിരിക്കുന്നു എന്നുള്ള സാഹചര്യം പലയിടത്തുമുണ്ട്. ഇത്തരമെല്ലാം സാഹചര്യത്തിൽ മാത്രമല്ല ഇന്ത്യ ചൈന അതിർത്തിയിൽ അവരുടെ കൂടുതൽ സെറ്റിൽമെൻറ്റുകൾ വരുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോഴും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സഹകരണം സാധ്യമല്ല എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോൾ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ആണെങ്കിൽ ഈ ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റിന് കത്ത് അയക്കുന്നു. ആ കത്ത് പ്രധാനമന്ത്രിക്ക് കൈമാറുന്നു. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് ഈ വ്യാപാര കരാർ, ഈ പ്രതികാര ചുങ്കം ഈ മട്ടിൽ പോയാൽ അത് പ്രതിസന്ധിയാകും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ആ കത്തിലുണ്ടാകുന്നത്. അതിൻ്റെ സാഹചര്യത്തിൽ ഒരു സഹകരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത്. ഇപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടിയിൽ നമ്മൾ ഇന്ത്യ തന്നെ ഇപ്പോൾ ഇതിനെ അതിജീവിക്കാൻ വേണ്ട സാധ്യതകൾ ആലോചിക്കുമ്പോൾ വൈവിധ്യവൽക്കരണം അടക്കം ഇപ്പോൾ നമ്മളുടെ അമേരിക്കയുമായുള്ള സഹകരണത്തിന് അപ്പുറമുള്ള സാധ്യതകളിൽ എവിടെയൊക്കെയാണ് ചൈനയെ നമുക്ക് പങ്കാളിയാക്കാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ട് കണ്ടോ, 50% ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ അമേരിക്കയിലേക്കാണ് കയറ്റി അയക്കുന്നത്. അത് മുഴുവൻ കെട്ടിക്കിടക്കുകയാണ്. ഇതിൽ തന്നെ 20% കേരളത്തിൽ നിന്ന് പോകുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെ വളരെ പെട്ടെന്ന് മറികടക്കാനുള്ള സാധ്യത എന്താണ് എന്നുള്ള ആലോചന സ്വാഭാവികമായും ഉണ്ടാവും. മാത്രമല്ല ഇതിൽ ഏറ്റവും രസകരമായ ഒരു പ്രസ്താവന ട്രംപിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടല്ലെങ്കിൽ കൂടി ജപ്പാനിൽ പോയിട്ട് പ്രധാനമന്ത്രി ഇന്ന് നടത്തിയ ഒരു പ്രസ്താവന ഉണ്ടല്ലോ. അതായത് ഇന്ത്യ ഒരു സ്ഥിരതയുള്ള രാഷ്ട്രീയ ശക്തിയും സ്ഥിരതയുള്ള സാമ്പത്തിക ശക്തിയുമാണ് എന്ന് പറഞ്ഞു. അതായത് ഇന്ത്യ സ്ഥിരതയുള്ള സാമ്പത്തിക ശക്തിയാണ്, അത് വളർച്ച തന്നെയാണ് രേഖപ്പെടുത്തുന്നത്, തുടർന്നും മുന്നോട്ട് തന്നെ ആയിരിക്കുമെന്ന് ഈ അമേരിക്കയുടെ പ്രതികാര ചുങ്കത്തിൻ്റെ മുനയിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നെങ്കിൽ അത് ഈ രാജ്യത്തിൻ്റെ കരുത്ത് പ്രകടിപ്പിക്കൽ തന്നെയാണ് തീർച്ചയായും. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ വേണം അതിനെ കാണാൻ. മാത്രമല്ല അമേരിക്കയെ ഏറ്റവും അലട്ടുന്നതും അവർക്ക് താല്പര്യമില്ലാത്തതുമായ ഒരു സംഗതി, ഇപ്പോൾ യൂറോയ്ക്ക് ശേഷം ഈ ബ്രിക്സ് രാഷ്ട്രങ്ങൾ എന്തോ പുതിയ ഒരു നാണയവുമായി രംഗത്തെത്താൻ പോകുന്നു, അവർ സമാന്തര സാമ്പത്തിക ശക്തിയായി മാറുന്നു, ഇവർക്കിടയിൽ ഒരു ഐക്യം രൂപപ്പെടാൻ പോകുന്നു എന്നൊക്കെയുള്ളത് അവർക്ക് എന്താണ് അവർക്ക് പ്രതികൂലമായി ബാധിക്കുന്ന സംഗതിയാണ്. അവർക്കതിൽ വലിയ എതിർപ്പുമുണ്ട്. ഈ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച വളരെ നിർണായകമായിരിക്കും. ഇന്ത്യയുടെ നീക്കം വളരെ സുപ്രധാനമാണ്. ഈ ചൈനയും ജപ്പാനും ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങളുമായുള്ള സഹകരണം വളരെ നിർണായകമായിരിക്കും. അത്ര തന്നെയുള്ളൂ അതിനകത്ത്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് രാഷ്ട്ര നേതാക്കളുമായിട്ട് സൗഹൃദമൊക്കെ ഉണ്ട് എന്നത് വളരെ വളരെ അടുപ്പമുണ്ട് എന്നതൊന്നും പ്രത്യേകിച്ച് ഈ രാഷ്ട്രത്തിൻ്റെ മുന്നോട്ട് പോക്കിന്, രാഷ്ട്രത്തിലെ ബിസിനസ്, രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ ബിസിനസ്, രാഷ്ട്രങ്ങളുടെ യഥാർത്ഥ ബന്ധങ്ങൾ സ്വാധീനിക്കില്ല എന്ന് നമ്മളെപ്പോലുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിച്ചൊരു കാലം കൂടെയാണ് ഈ നരേന്ദ്രമോദിയുടെയും ട്രംപിൻ്റെയും കാലം. മൈ ഫ്രണ്ട് എന്നത് എക്സ്ട്രീം, അതിൻ്റെ പറയാവുന്നതിൽ ഏറ്റവും ഊഷ്മളമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നയാളാണ് നമ്മുടെ പ്രധാനമന്ത്രി. പക്ഷേ ആ നിലക്കുള്ള ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഗുണം രാജ്യത്തിന് കിട്ടിയിട്ടില്ല എന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം ട്രംപ് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ നരേന്ദ്രമോദി ഫോൺ എടുത്തില്ല, 4 തവണ വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല എന്നതാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു വലിയ ധീരതയായിട്ട് അദ്ദേഹത്തിൻ്റെ അതായത് അതെ ട്രംപിന് വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം ഫോൺ വിളിച്ചപ്പോൾ ഈ ഫോൺ എടുത്തിട്ടില്ല എന്നത് വലിയൊരു ധീരതയായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ നവാസ് ഷെരീഫിനോട് ഓർമ്മയില്ലേ, പാകിസ്ഥാനിലെ സാരിയും കൊണ്ടുപോവുക, വ്യക്തിപരമായിട്ട് ബന്ധമുണ്ടാക്കുക എന്നത് രാഷ്ട്രത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ മനസ്സിലാക്കിയൊരു കാലമാണിത്. അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ മനസ്സിലാക്കിയെങ്കിൽ രാഷ്ട്രത്തെ നയിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നൊരു ആലോചന നടത്താനേ നമുക്ക് പറ്റൂ. അതുകൊണ്ടിപ്പോൾ ഷീ ജിൻപിങ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തെ നമ്പർ 1 ആക്കാനായിട്ടാണ് ആളുകളുടെ മുന്നിൽ വന്നിരിക്കുക. പുട്ടിൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല. എൻ്റെ രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം എന്ന മട്ടിലാണ് മൂപ്പരിയിരിക്കുന്നത്. ഷീ ജിൻപിങ്ങും ആ മട്ടിലിരിക്കുന്ന ആൾക്കാരാണ്. ജപ്പാൻ്റെ കച്ചവടം നടക്കണം, അവർ വളരെ സാങ്കേതിക വിദ്യ ഗംഭീരമായിട്ട് നടക്കുന്നതാണ്, ഇന്ത്യയുമായിട്ട് ഏറ്റവും വലിയ ബിസിനസ്സുള്ള സംഗതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അവരവരുടെ രാഷ്ട്രത്തിൻ്റെ മെച്ചം എന്തുണ്ടാകും എന്നാണ് നോക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ രാഷ്ട്ര തലപ്പത്ത് ഇപ്പോൾ ഇന്ത്യക്ക് സ്റ്റേബിളായിട്ടുള്ള എക്കണോമിക് സാഹചര്യമുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഉണ്ടായതിനു ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ സർക്കാരുകളുടെയും ആകെത്തുകയാണ്. ആ സർക്കാരുകൾ ഉണ്ടാക്കിയിട്ടുള്ള അതിനെ നയിച്ച ആളുകളുടെ നയതന്ത്ര ബന്ധങ്ങളും വിദേശ രാജ്യങ്ങളോട് ഇടപെടലും ആന്തരിക രാഷ്ട്രീയത്തിനകത്ത് ഇടപെടലും ഈ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റും നമ്മുടെ മനുഷ്യരുടെ ജീവിതമൊക്കെ ഉയർത്തിക്കൊണ്ടതിൻ്റെ തുക പ്രതിഫലിച്ചതിൻ്റെ ക്വാളിറ്റിയാണ് ആ കാണുന്നത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം.
അപ്പോൾ അവരവരുടെ രാജ്യം വ്യക്തിപരമായിട്ട് നേതാക്കൾ ആരോട് സൗഹൃദം ഉണ്ടാക്കുന്നു എന്നത് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന കാര്യം കൂടെ മനസ്സിലാക്കിയതിന് ശേഷം ഉണ്ടാകുന്ന ഇടപെടലായിരിക്കും നമുക്ക് രാജ്യത്തിനാകെ ഗുണം ചെയ്യുക എന്ന് വിചാരിക്കാനേ ഈ സമയത്ത് തരമുള്ളൂ. ലോകരാഷ്ട്രീയം നിശ്ചലമായ ഒരു ജലാശയം പോലെ കെട്ടിക്കിടക്കുകയല്ല. ആഴങ്ങളിലെ ചുഴികളും അടിയൊഴുക്കുകളും കലങ്ങിമറിച്ചലുകളും കൊണ്ട് കലുഷിതമായ കാലത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. 2 യുദ്ധങ്ങൾ തെളിഞ്ഞും കെട്ടും തുടരുന്ന ഒരു ലോകക്രമത്തിലൂടെയാണ് ലോകം സഞ്ചരിക്കുന്നത്. അതിൻ്റെ സാമ്പത്തിക സാമൂഹിക അനുരണനങ്ങൾ ലോകമാകെ പ്രതിഫലിക്കുന്നുണ്ട്. 1991 ശേഷം അമേരിക്കയുടെ വ്യാപാര വാണിജ്യ താല്പര്യങ്ങൾ അനുസരിച്ചാവണം ലോക നയതന്ത്രം തീരുമാനിക്കേണ്ടത് എന്ന ഗതികേടിലായിരുന്നു 3ാം ലോകരാജ്യങ്ങൾ. ഏറെക്കുറെ 1ാം ലോകരാജ്യങ്ങളും അതെ. ആ സാഹചര്യം പക്ഷേ മാറി. വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി. പ്രതികാര ചുങ്കം ചുമത്തി ഇന്ത്യ അടക്കം രാജ്യങ്ങളെ വരുതിയിൽ നിർത്താമെന്ന US ധാർഷ്ട്യം ഇനി വിലപ്പോവില്ല എന്ന് തന്നെയാണ് നിലവിലെ ആഗോള സാഹചര്യം. ശക്തരെ കണ്ടാൽ മുട്ടുപിറക്കാത്ത നിലപാട് ഉറപ്പ് എല്ലാവർക്കും ഉണ്ടാകണം. അത് നമുക്കുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്.